എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുറ്റിയടിക്കുന്നതും കല്ലിടുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ കുറ്റിയടിക്കാം, എങ്ങനെ കല്ലിടാം, അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കട്ടിള സ്ഥാപിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ കട്ടിള സ്ഥാപിക്കാം എന്നതിനെപ്പറ്റി പറയാം. അതിൻ്റെ വശങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്ഥാനം കണ്ടതിന് ശേഷം കുറ്റിയടിക്കണം. കുറ്റിയടിച്ചതിന് ശേഷമാണ് നമ്മളവിടെ കല്ലിടിയിൽ നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ കല്ലിടിയിൽ നടത്തിയതിന് ശേഷം നമ്മൾ വാനം തോണ്ടിയ ഭാഗത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ കെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കെട്ടി നമ്മൾ കല്ലിടുമ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർക്കാറുണ്ട്. അപ്പം ബെൽറ്റ് വാർത്തതിന് ശേഷമാണ് നമ്മൾ കട്ടിള സ്ഥാപിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ടിള സ്ഥാപിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തടിയിലാണ് കട്ടിള സ്ഥാപിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു മരത്തിൻ്റെ തടി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ ഉത്തമമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ തേക്കിൻ്റെ ആണെങ്കിൽ തേക്കിൻ്റെ തന്നെ കട്ടിളയും തേക്കിൻ്റെ തടിയും നമ്മൾ ഉപയോഗിക്കുക. പ്ലാവിൻ്റെ ആണെങ്കിൽ പ്ലാവിൻ്റെ കട്ടിളയും പ്ലാവിൻ്റെ തടിയും ഉപയോഗിച്ച് ഒരു മരത്തിൻ്റെ തടി ഉപയോഗിക്കുന്നതായിരിക്കും നമ്മൾ കട്ടിളയ്ക്ക് നമുക്ക് വളരെ ഉത്തമമായിട്ട് വരുന്നത്. അത് നമ്മുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രാധാന്യം നമ്മൾ പ്രധാന വാതിലിന് കൽപ്പിക്കാറുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മൂക്കിൻ്റെ സ്ഥാനം തന്നെയാണ് കട്ടിളയ്ക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഗ്രഹത്തിൻ്റെ ശ്വസനം നടക്കേണ്ടത് ഈ പ്രധാന വാതിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ പ്രധാനം കൽപ്പിച്ചുകൊണ്ട് കട്ടിള സ്ഥാപിക്കുന്നത് ഉത്തമമായുള്ളൊരു സമയത്തും അതിന് രീതിയിൽ വേണമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളിങ്ങനെ പ്രധാനം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ കട്ടിള സ്ഥാപിക്കുമ്പോൾ ഒരു തടിയിൽ വേണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു തടിയിൽ നമ്മൾ കട്ടിള സ്ഥാപിക്കുമ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റിയും കൂടെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ കട്ടിള സ്ഥാപിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കട്ടിളയ്ക്കടിക്ക് നമ്മൾ പഞ്ചശിരസ് സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിക്കുന്നത് നമുക്ക് ഉത്തമമായിരിക്കും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഗ്രഹത്തിലെ മർമ്മങ്ങളുണ്ടെന്ന്. അപ്പോൾ മർമ്മപീഠകൾ, കാരണം 81 മർമ്മങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിയിൽ ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ മർമ്മപീഠകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കട്ടിളയ്ക്കടിക്ക് പഞ്ചശിരസ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഇപ്പം കിഴക്കോട്ട് ആനയുടെ തലയും പടിഞ്ഞാറോട്ട് സിംഹത്തിൻ്റെയും വടക്കോട്ട് പന്നിയുടെയും തെക്കോട്ട് പോത്തിൻ്റെയും നടുക്ക് ആമയുടെയും തലയുള്ള പഞ്ചശിരസ്സാണ് നമ്മൾ ഗ്രഹത്തിൻ്റെ വലതുവശത്ത് സ്ഥാപിക്കുന്നത്. അപ്പം കട്ടിളയ്ക്ക് വലതുവശത്ത് താഴെയായിട്ട് നമ്മൾ പഞ്ചശിരസ് സ്ഥാപിച്ചതുകൊണ്ട് അതിൻ്റെ മുകളിൽ കട്ടിള സ്ഥാപിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിനടിക്ക് നമ്മൾ രത്നങ്ങളും സ്വർണ്ണങ്ങളൊക്കെ വെക്കുന്നതിനും ദോഷമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പഞ്ചശിരസ് സ്ഥാപിച്ച കട്ടിളയ്ക്കകത്തായിരിക്കും നമുക്ക് ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തമം എന്ന് പറയുന്നത്. പിന്നെ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്, അത് നമുക്കിവിടെ പ്രശ്നമല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ടിള സ്ഥാപിച്ചതിന് ശേഷം പ്രധാനമായിട്ട് നമ്മുടെ ഗ്രഹനാഥ നമ്മുടെ കട്ടിളയ്ക്ക് അകത്തൂടെ പ്രവേശിച്ച് ഈശാന കോണിൽ ഒരു കുടം ജലവുമായിട്ട് പോയിട്ട് ജലം നമ്മൾ അവിടെ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു ചടങ്ങുമുണ്ട്. അത് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കട്ടിള സ്ഥാപിക്കുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ വാസ്തുപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തെങ്കിലും കമൻസുകളുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും പുതിയ വീഡിയോകൾ ചെയ്യണമെങ്കിൽ അതും നമുക്ക് കമൻസ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളും കുറേ കാലം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കിവിടെ നിർത്താം. നമസ്കാരം.